ചോറ്റുപാത്രം കുക്കിംഗ് വ്ളോഗിലേക്ക് സ്വാഗതം. നമ്മളൊരു ചിക്കൻ്റെ റെസിപ്പി ആയിട്ടാണെന്ന് വന്നേക്കണേ. 1 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ക്രിസ്മസ് സീരീസിലേക്കുള്ള ഒരു റെസിപ്പിയാണ്. അപ്പോൾ ഈ പ്രാവശ്യം ഞാൻ 2-3 ടൈപ്പിലുള്ള ചിക്കൻ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നേരത്തെ ചെയ്യണത്. എല്ലാ പ്രാവശ്യവും ഞാനിങ്ങനെ വിചാരിക്കും, പക്ഷേ എനിക്ക് ഇങ്ങനെ പല കാരണങ്ങൾ വരും. ചിലപ്പോൾ എന്തെങ്കിലും പനി വരും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാരണങ്ങളൊക്കെ വന്ന് അങ്ങനെ ഞാൻ വിചാരിച്ച സംഭവങ്ങളൊന്നും പിടിക്കാൻ പറ്റാറില്ല. അപ്പോൾ ഈ പ്രാവശ്യം ഞാൻ വിചാരിച്ചു നേരത്തെ തന്നെ ക്രിസ്മസിനും ന്യൂ ഇയറിനും കൂടി ഒരുമിച്ച് 2-3 റെസിപ്പീസ് ഞാൻ മനസ്സിൽ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് നോക്കാം നമുക്ക് എങ്ങനെയാണ്. ഇത് ആദ്യം ഞാനൊരു ചിക്കൻ റോസ്റ്റാണ് ചെയ്യാൻ പോണേ. നമ്മുടെ ചാനലിൽ ഒരുപാട് ചിക്കൻ്റെ റെസിപ്പീസ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടുള്ളൊരു ചിക്കൻ റോസ്റ്റാണ്. നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു ചിക്കൻ റോസ്റ്റാണ്. ഞാൻ ഇതിനു മുന്നേ ചെയ്തിട്ടുണ്ട് വീട്ടിൽ 2-3 വട്ടം. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. അപ്പോൾ ഇത് നമുക്ക് ചപ്പാത്തിക്കോ അല്ലെങ്കിൽ ബിരിയാണി റൈസിൽ നിന്നിപ്പോൾ ഞാനിവിടെ ബിരിയാണി റൈസ് ഉണ്ടാക്കുന്നുണ്ട് ഇതിൻ്റെ ഒപ്പം കഴിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അപ്പത്തിൻ്റെ ഒപ്പം എന്തിൻ്റെ ഒപ്പം വേണമെങ്കിലും കഴിക്കാൻ പറ്റുന്നൊരു ചിക്കൻ റോസ്റ്റാണ്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് 1 കിലോ ചിക്കൻ അതിന് നോർമൽ മസാല പൗഡറുകളൊക്കെ ചേർത്തിട്ടൊന്ന് മാരിനേറ്റ് ചെയ്ത് വയ്ക്കാം. എന്നിട്ട് നമുക്കിതിനൊന്ന് ഫ്രൈ ചെയ്തിട്ടാണ് ഞാൻ ചെയ്യണത്. ഫ്രൈ ചെയ്യാണ്ട് നിങ്ങൾക്ക് ചെയ്തെടുക്കാം. ഫ്രൈ ചെയ്യുന്നതാണ് കുറച്ചുകൂടി ടേസ്റ്റ്. അപ്പോൾ ഇതിനകത്ത് കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് കാശ്മീരി റെഡ് ചില്ലി പൗഡർ, ഞാൻ 2 ടീസ്പൂൺ കണക്കാക്കി കാശ്മീരി റെഡ് ചില്ലി പൗഡർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് നമുക്കിതിനെ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വയ്ക്കാം. എന്നിട്ട് നമുക്കിതിനെ ഒരു ഹാഫ് ആൻ അവർ കഴിയുമ്പോൾ, സമയം ഉണ്ടെങ്കിൽ 1 അവർ വെച്ചോളൂ, ഇതിനെ ഒന്ന് വറുത്തെടുക്കാം. അപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ പുരട്ടി വെച്ചിട്ട് നമ്മളതൊക്കെ വറുത്തെടുക്കുന്ന സമയം കൊണ്ട് നമുക്ക് കുറച്ച് സാധനങ്ങൾ അരിഞ്ഞെടുക്കാനൊക്കെ ഉണ്ട്. അപ്പോൾ ഞാനിവിടെ ഒരു 4 വലിയ ഇത്ര പോകുന്ന വലിയ സവോളയാണ് എടുത്തിരിക്കണത്. കാരണം ഇതിനകത്ത് കുറച്ച് റോസ്റ്റ് ആയതുകൊണ്ട് തന്നെ ഒണിയൻ കുറച്ച് അധികം വേണം ഗ്രേവി ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിൽ നിന്ന് ഒരു 1/4 ഭാഗം, ഇതിൻ്റെ ഒരു 1/4 ഭാഗം ഒണിയൻ ഞാൻ നമ്മുടെ റൈസിന് വേണ്ടിയിട്ട് വറുക്കാൻ വേണ്ടിയിട്ട് മാറ്റും കേട്ടോ. ബാക്കിയുള്ളത് അപ്പടി ചിക്കനുള്ളതാണ്. അതുപോലെ ഇത്ര ഉള്ളൊരു 3 തക്കാളി. ഇത് ശരിക്കും 3 എണ്ണം വേണ്ട, ഞാൻ ഈ 2 എണ്ണം എടുത്തിട്ട് ഇതിൻ്റെ ഹാഫ് എടുക്കണുള്ളൂ. തക്കാളി നമുക്ക് ഇതിനകത്തേക്ക് അധികം വേണ്ട കേട്ടോ. നമ്മളതിന് പകരം വേറൊരു സാധനം കൂടി ചേർക്കുന്നുണ്ട്. പിന്നെ വേണ്ടത് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കുറച്ച് കറിവേപ്പില. അപ്പോൾ വെളുത്തുള്ളി ഞാനൊരു 20 അല്ലി എടുത്തിട്ടുണ്ട്. അതുപോലെ ചെറിയ അല്ലിയാണ്. വലിയ അല്ലിയാണെങ്കിൽ ഒരു 12 അല്ലി, 10 മുതൽ 12 എണ്ണം വരെ എടുത്താൽ മതി. ഇഞ്ചി കുറവ് മതി. ഇഞ്ചി ഞാൻ ഇത്ര എടുത്തിട്ടുള്ളൂ. ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില ഇതെല്ലാം കൂടി ഒന്ന് മിക്സിയുടെ ജാറിലിട്ട് ചതച്ച് കൊടുക്കാം. അപ്പം നമ്മുടെ ചിക്കൻ ഒന്ന് മാരിനേഷനായിട്ട് ഒരുമേക്ക് ഇതൊക്കെ ഒന്ന് റെഡിയാക്കി. അപ്പോൾ ഇത് നമ്മുടെ ചിക്കൻ ഞാനിവിടെ വറുക്കാൻ വെച്ചിട്ടുണ്ടേ. അപ്പം ഞാൻ നിങ്ങൾക്ക് വേറൊരു സാധനം കാണിച്ചു തരാം കേട്ടോ. ഈ ഓയിൽ, അതായത് കോൾഡ് പ്രസ്ഡ് സൺഫ്ലവറിൻ്റെ ഓയിലാണ്. ഇതാണ് ഞാനിപ്പോൾ ഭക്ഷണത്തിന് വേണ്ടിയിട്ടൊക്കെ മേടിക്കുന്നത്. നമ്മൾ സാധാരണ നമ്മുടെ കടയിൽ നിന്ന് മേടിക്കുന്ന സൺഫ്ലവർ ഓയിലിനെക്കാട്ടിലും കുറച്ചും കൂടി വില കൂടുതലാണ്. പക്ഷേ നല്ല ഹെൽത്തിയാണ്. നമുക്ക് ഡയറ്റ് ചെയ്യണവർക്കായാലും ഇതിൻ്റെ എല്ലാം കിട്ടൂട്ടോ. അവരുടെ കയ്യിൽ വെളിച്ചെണ്ണയുണ്ട്, പിന്നെ സാഫ് ഫ്ലവർ എന്ന് പറഞ്ഞിട്ടൊരു ഫ്ലവർ ഉണ്ട്, പിന്നെ ഗ്രൗണ്ട് നട്ട് ഉണ്ട്, എല്ലാം കിട്ടും. അപ്പം ഞാൻ സൺഫ്ലവറാണ് എടുത്തത്. 5 ലിറ്ററാണ്. ഇപ്പോൾ 2 പ്രാവശ്യം ഞാനത് മേടിക്കണു. എനിക്കിതൊരു ഡബ്ബ മേടിച്ച് കഴിഞ്ഞാൽ 2-2.5 മാസം വരെ പോകാറുണ്ട്. അപ്പോൾ എനിക്ക് പിന്നെ വറക്കാനൊക്കെ ഞാനിത് എടുക്കാറില്ല. കാരണം ഇത് കുറച്ച് വില കൂടുതലായതുകൊണ്ട് തന്നെ വറക്കാൻ ഞാൻ മറ്റുള്ള ഓയിലാണ് മേടിക്കുന്നത്. പക്ഷെ ഭക്ഷണത്തിലേക്ക് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇതാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഡൊമ്പൂലിയിൽ താമസിക്കുന്നവർക്കാണെങ്കിൽ ഡൊമ്പൂലിയിൽ ഗാന്ധിനഗറിൽ തന്നെ ഉണ്ട് ഇതിൻ്റെ കടയുണ്ട്. സുഭാഷ് ഡയറിയുടെ ഓപ്പോസിറ്റാണ് ഇതിൻ്റെ കട. ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് ഇത് പർച്ചേസ് ചെയ്യാം. ഓക്കെ, അപ്പം നമുക്കിനി ചിക്കൻ വറുത്തതിലേക്കൊന്ന് നോക്കാം. അപ്പം ഞാനിതിനകത്ത് കാണിച്ച ഓയിൽ തന്നെയായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് കുക്കിങ്ങിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇത്രയും അധികം ഓയിലൊന്നും ഉപയോഗിച്ചിട്ടില്ല. ഒരു 4 ടേബിൾ സ്പൂണേ ഒഴിച്ചിട്ടുള്ളൂ. പക്ഷേ അതിനകത്ത് കുറച്ച് ചിക്കനിലെ കുറച്ച് വെള്ളമൊക്കെ കൂടി വന്നിട്ടാണ്. എന്നിട്ട് നമ്മൾ വളരെ കുറച്ച് ഓയിലിൽ ഇതിനെ ഒരു 3/4% ഒന്ന് വെന്ത് വരണം ചിക്കൻ. നമ്മൾ ബിരിയാണിക്കൊക്കെ എടുക്കണ പോലെ തന്നെ. നിങ്ങൾക്ക് നേരിട്ടും ഇത് വറക്കാണ്ടും ചെയ്യാം, പക്ഷേ ഇതാണ് കുറച്ചും കൂടി ടേസ്റ്റ് കേട്ടോ. അപ്പോൾ ഇനിയൊന്ന് നന്നായിട്ട് ഒരുപാട് ഇങ്ങനെ മുരിഞ്ഞൊന്നും വരണ്ട. ചിക്കൻ ഒന്ന് ഒരു 75-80% ഒന്ന് വെന്ത് വന്നാൽ മതി. അപ്പോൾ അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ആ ചിക്കൻ വറുത്ത ഓയിൽ ഞാൻ ബാക്കി ഇത് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് കുറച്ച് പെരിഞ്ജീരകം ഇട്ട് കൊടുക്കാം. നമുക്കൊരു 1-1.5 ടീസ്പൂണ്. നിങ്ങൾ ആ ഇഞ്ചി വെളുത്തുള്ളി ചതക്കണയിൽ ഈ പെരിഞ്ജീരകം ഇട്ട് ചതക്കുകയാണെങ്കിൽ പിന്നെ ഇപ്പോൾ ഇടേണ്ട ആവശ്യമില്ല. ഞാനപ്പോൾ അത് അങ്ങനെ തന്നെ ചതച്ചെടുത്തേക്കണം. ഏത് രീതിയിലായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ അതിനകത്തേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചേക്കണ ആ ഒണിയൻ അങ്ങോട്ട് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതിനെ നന്നായിട്ട് നല്ല ബ്രൗൺ ലൈറ്റ് ഒരുവിധം ബ്രൗൺ കളറാവണം വരെ ഇതിനെ ഒന്ന് വഴറ്റിയെടുക്കണം. നോർമൽ നമ്മൾ പിങ്കിഷ് ഷെയ്ഡിൽ നിന്ന് ബ്രൗൺ കളറിലേക്ക്, പിങ്കിഷ് ഷെയ്ഡല്ല ബ്രൗൺ കളറിലേക്ക് മാറണം കേട്ടോ. അപ്പോൾ ഇതിനെ നന്നായിട്ടൊന്ന് കുറച്ച് ഉപ്പും കൂടിയും ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയിടും. നമ്മുടെ ഒണിയൻ ബ്രൗൺ കളറായിട്ട് മാറിയിട്ടുണ്ട്.
അപ്പോൾ ഇതിനകത്തേക്ക് നമ്മൾ ചതച്ച് വെച്ചേക്കണ നമ്മുടെ ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില, വെളുത്തുള്ളിയൊക്കെ ഉണ്ടല്ലോ അതിനെ അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. നമ്മുടെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില ഒന്ന് മൂത്ത് വരണം. ഒരു 2-3 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ കിടന്നൊന്ന് വഴറ്റിയിടണം. അപ്പോൾ അതായത് ഇതുപോലെ ഇങ്ങനെ എണ്ണ തെളിഞ്ഞ് വരും. ഇപ്പോൾ ഇതിങ്ങനെ അടിക്കൊക്കെ പിടിക്കും, പക്ഷെ കുഴപ്പമില്ല, നമ്മൾ തക്കാളിയൊക്കെ ചേർക്കുമ്പോൾ ശരിയായി വന്നോളും. അപ്പോൾ ഞാനിവിടെ എടുത്ത് വെച്ചിരിക്കുന്നത് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. പിന്നെ നമ്മൾ അതിനകത്തേക്ക് ഒരു 2 ടീസ്പൂൺ മുളക് പൊടി ഇട്ടേക്കണം. അപ്പോൾ ഞാൻ അതിനകത്തേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് എടുത്തേക്കണം. ശരിക്കും ഞാൻ 1 കിലോന് 2 ടേബിൾ സ്പൂണാണ് ചേർക്കാറ്. അപ്പോൾ ഞാൻ 1/2 ടേബിൾ സ്പൂൺ കുറച്ചിട്ടുണ്ട്. പിന്നെ അത്രയും തന്നെ മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട്. ഇതിനെ 3 കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ ചിക്കൻ മസാലയാണ് നിങ്ങൾ ചേർക്കണമെന്നുണ്ടെങ്കിൽ ചിക്കൻ മസാല ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുത്തോളൂ. അതല്ല ഗരം മസാലയാണെങ്കിൽ നമുക്ക് അവസാനം ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ എൻ്റെ കയ്യിൽ ഇപ്പോൾ ചിക്കൻ മസാല ഇല്ല, ഞാൻ ഗരം മസാല തന്നെയാണ് ഉപയോഗിക്കണത്. അപ്പോൾ നമുക്കിതിൻ്റെ ലാസ്റ്റ് ഇട്ട് കൊടുക്കാം. പിന്നെ എരിവിന് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് കുരുമുളക് പൊടി ചേർത്താലും കുഴപ്പമില്ല. ഞാനിപ്പോൾ വേറെ പൊടികളൊന്നും ചേർക്കാനുള്ള എരിവിന് വേണ്ടിയിട്ട് പച്ചമുളകിൻ്റെ ഇഞ്ചിയുടെ ഒക്കെ ഒരു എരിവ് ഉണ്ടാവുള്ളൂ കേട്ടോ അതിന്. അപ്പോൾ നല്ല എരിവ് വേണ്ട ഒരു കുരുമുളക് പൊടിയോ അല്ലെങ്കിൽ എരിവുള്ള മുളക് പൊടി ചേർത്ത് കൊടുത്തോളൂ. അപ്പോൾ ഈ പൊടിയിലൊന്ന് നന്നായിട്ട് വഴറ്റണം. ഒരു 2-3 മിനിറ്റ് ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. കാരണം പച്ചമണം മാറാണ്ട് നമ്മൾ ഇതിനകത്തേക്ക് ചിക്കൻ ചേർത്ത് കഴിഞ്ഞാൽ ആ റോസ്റ്റിൻ്റെ കറക്റ്റ് ടേസ്റ്റ് കിട്ടില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ആ പൊടിയുടെ പച്ചമണം മാറണ വരെ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ വഴറ്റിയിടണം. ഇട്ട പൊടികളൊക്കെ മൂത്തിട്ടുണ്ട്. അപ്പോൾ അതിനകത്തേക്ക് ആ തക്കാളി ചേർത്ത് കൊടുക്കുക. ഞാൻ 2.5 എടുത്തിട്ടുള്ളൂ തക്കാളി. 1 പോർഷൻ ഉണ്ടാവും ഞാൻ മാറ്റി വെച്ചേക്കാണ്. ആ തക്കാളിനും കൂടി ചേർത്തിട്ട് ലോ ഫ്ലെയിമിൽ തന്നെ വച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒന്ന് മൂടി വെച്ച് കൊടുക്കുക. അപ്പോൾ തക്കാളിയൊക്കെ ഒന്ന് വെന്ത് വരട്ടെ. അപ്പോൾ ഇത് നമ്മുടെ തക്കാളിയൊക്കെ ഒരു 2 മിനിറ്റിൽ തന്നെ നന്നായിട്ട് ഉടഞ്ഞു വന്നിട്ടുണ്ട്. ഞാൻ 1 മിനിറ്റ് അതിനെ ഒന്ന് മൂടി വെച്ച് കൊടുത്തു. അത് കഴിഞ്ഞ് പിന്നെ ഒന്ന് ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുത്തുകൊണ്ടിരുന്നപ്പോഴേക്കും തക്കാളി നന്നായിട്ട് വെന്ത് വന്നു. ഇനി ഇതിനകത്തേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ട സാധനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഉപ്പ് നോക്കിയിട്ട് ചേർത്താൽ മതി. നമ്മൾ ഓൾറെഡി ചിക്കനിൽ ഉപ്പ് ഇട്ടിട്ടുള്ളതാണ്. അപ്പോൾ ഇതിനകത്തേക്കും ഈ സോസിൽ ഉപ്പുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഉപ്പ് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കണം. പിന്നെ വേണ്ടത് അത്രയും തന്നെ അളവിൽ 2 ടേബിൾ സ്പൂൺ സോയാ സോസ്. ഇത് രണ്ടും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഞാൻ തിളപ്പിച്ച വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അല്ലെങ്കിൽ സാധാരണ വെള്ളമായാലും കുഴപ്പമൊന്നുമില്ല. ഞാനൊരു 3/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. കാരണം നമ്മളിനി ചിക്കനിൽ വെള്ളമൊന്നുമില്ല, നമ്മൾ ഫ്രൈ ചെയ്താണ് വച്ചേക്കണത്. പിന്നെ ഇതിങ്ങനെ ചാറായിട്ടല്ലല്ലോ ഇരിക്കണം, കുറച്ചിങ്ങനെ ഗ്രേവി പിടിച്ചിരിക്കുന്ന ടൈപ്പാണ്. അപ്പോൾ അതുകൊണ്ട് 3/4 കപ്പ് വെള്ളം വരെ മതിയാകും. ഇതിനെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഈ സമയത്ത് ഇതിനകത്ത് ഉപ്പുണ്ടോ എന്ന് നോക്കിയിട്ട്, ഉപ്പില്ലെങ്കിൽ ചിക്കനിലെ ഉപ്പ് നോക്കിയിട്ട് മതി കേട്ടോ ഇതിനകത്തേക്ക് ഉപ്പിട്ട് കൊടുക്കൽ. ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം. പുളി ആവശ്യമെന്ന് തോന്നുകയാണെങ്കിൽ മാത്രം കുറച്ച് നാരങ്ങ നീര് പിഴിഞ്ഞ് കൊടുത്താൽ മതി. ഇത് ആവശ്യത്തിന് പുളി ഉണ്ടാവും ഇതിനകത്ത്, ടൊമാറ്റോ സോസും സോയാ സോസൊക്കെ ചേർന്നേക്കണോണ്ട് തന്നെ. അപ്പോൾ നോക്കിയിട്ട് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇതിനകത്തേക്ക് നമുക്ക് നമ്മൾ വറുത്ത് വെച്ചേക്കണ ചിക്കനെ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് അതിനകത്തേക്ക് ഞാൻ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഗരം മസാല, ഒരു 1.5 ടീസ്പൂൺ ഗരം മസാലയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി എരിവ് വേണ്ടവർ ഇതിനകത്തേക്ക് കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തോളൂ. കാരണം ഇതൊരു അധികം എരിവില്ല, കുറച്ചൊരു മധുരം, ലൈറ്റായിട്ടൊരു മധുരമുള്ളൊരു കറിയാണ്, ഒരു റോസ്റ്റാണ്. പക്ഷേ എരിവ് വേണമെന്ന് ആഗ്രഹമുള്ളവർ കുറച്ച് കുരുമുളക് പൊടി ചേർത്താൽ മതി. ഇനി ഇതിനെ ഒന്ന് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് മൂടി വെച്ച് ഈ ചിക്കനിലേക്ക് ഈ സോസൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് കുക്ക് ചെയ്തിട്ട് നമ്മുടെ ചിക്കൻ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ കുറച്ച് നാരങ്ങ നീര് കൂടി ഒഴിച്ചു കൊടുത്തു. നാരങ്ങ നീര് ഒഴിച്ചു കൊടുത്തിട്ട് അപ്പം തന്നെ ഓഫ് ചെയ്യരുത്. ഒന്ന് ആ ഒരു ലോ ഫ്ലെയിമിൽ 2-3 മിനിറ്റും കൂടി വയ്ക്കണം. 3 മിനിറ്റ് ഒന്നും വയ്ക്കേണ്ട, ഒരു 2 മിനിറ്റ് വെച്ചാൽ മതിയേ. അപ്പോൾ അത് ആ വെള്ളമൊക്കെ വറ്റി ഇതാ ഈ ഒരു രീതിയിൽ വരണം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. ക്രിസ്മസിന് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഇഷ്ടമാവും. കാരണം ഇത് ശരിക്കും എരിവല്ല, ഇതിന് ഒരു പുളിയും കുറച്ച് മധുരമൊക്കെ കൂടിയിട്ടുള്ളൊരു ടേസ്റ്റാണ്. നമ്മൾ ചിക്കൻ കൊണ്ടാട്ടം ഉണ്ടാക്കില്ലേ, ആ ഒരു ടേസ്റ്റാണ്. പക്ഷേ ഉണ്ടാക്കുന്ന രീതിയിൽ കുറച്ച് ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ ഇഷ്ടമാവും എല്ലാവർക്കും. ഒരുപാട് എരിവ് കഴിക്കുന്ന ആളുകൾക്ക് ചിലപ്പോൾ ഇതൊന്നും അങ്ങോട്ട് ഇഷ്ടമായി എന്ന് വരില്ല. എങ്കിലും കുട്ടികൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടമാവും. അതിൻ്റെ ഗ്രേവിയൊക്കെ ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ക്രിസ്മസിൻ്റെ കുറേ വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്യാം. ന്യൂ ഇയറിനോടും ക്രിസ്മസിനോടും ഒരുമിച്ച് കുറച്ച് വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്യാം. എല്ലാവരും കാണണം, നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയണം. പുതിയ വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും ഒരു നല്ല ദിനം. നന്ദി, നമസ്കാരം.